ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമാമിസ് ആണ്. മക്കളെ, നമുക്ക് ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്കുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒന്നാണ് എന്താ, ആരായിരുന്നു നാടുവാഴി സ്വരൂപങ്ങൾ, ഏതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട സ്വരൂപങ്ങൾ? ആ ഒരു ചോദ്യം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാൻ ചാൻസ് വെച്ചോ? സ്വരൂപങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ എന്തായിരുന്നു സ്വരൂപങ്ങൾ? നമുക്കറിയാം, പെരുമാക്കന്മാരുടെ പെരുമാൾസിന്റെ ഭാഗമായിരുന്ന നാടുകളെ, പെരുമാൾസിന്റെ ഭാഗമായിരുന്ന ആ ഒരു നാടുകൾ എന്താണ് പിന്നീട് നാടുവാഴികളുടെ കൺട്രോളിലായി. അങ്ങനെയാണ് എന്താ നാടുവാഴി സ്വരൂപങ്ങൾ എന്നാണ് പിന്നീട് ഇത് അറിയപ്പെട്ടത്. അതായത് ആ നാടുകളില്ലേടാ, ഈ നാടുകള് നാടുവാഴീസിന്റെ അണ്ടറിലായി. ആ സമയത്ത് തൊട്ട് എന്താണ് നാടുവാഴി സ്വരൂപങ്ങൾ എന്നായിരുന്നു അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇതെന്താണ് നാടുവാഴി സ്വരൂപങ്ങളിൽ പ്രധാനപ്പെട്ടത് ഏതാണെന്നായിരിക്കും നിങ്ങളോട് ചോദ്യം വരാൻ ചാൻസ് ഉള്ളത്. നാടുവാഴി സ്വരൂപങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 എണ്ണമായിരുന്നു കോലോത്ത് നാട് സ്വരൂപം, അതുപോലെ നെടിയിരിപ്പ് സ്വരൂപം കേട്ടോ, നെടിയിരിപ്പ് സ്വരൂപം, പെരുമ്പടപ്പ് സ്വരൂപം, തൃപ്പാപ്പൂർ സ്വരൂപം. നമുക്കൊരു കോഡ് ഉണ്ടായിരുന്നു, കോഴിക്കോട് നേടി കൊച്ചിയിലെ പെരുമ്പാമ്പിനെ, അതുപോലെ ത്രിവേണിക്ക് വേണത്രേ കോല്. ഓക്കെ, ത്രിവേണിക്ക് വേണത്ര എന്ന് പറയുമ്പോൾ എന്താണ് തൃപ്പാപ്പൂർ, വേണത്രേ വേണാട്, അതുപോലെ കോല്. അപ്പൊ കോല് എന്ന് പറയുമ്പോൾ കോലത്ത് നാട്. അങ്ങനെ പഠിച്ച ജസ്റ്റ് ഒരു കോഡാണ്. ജസ്റ്റ് അത് 2 എണ്ണം പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അതായത് കോഴിക്കോട് നേടി എന്ന് പറയുമ്പോൾ കോഴിക്കോട് നെടിയിരിപ്പ് സ്വരൂപം, അതുപോലെ കൊച്ചിയിലെ പെരുമ്പാമ്പിനെ, കൊച്ചിയിൽ എന്താണ് കൊച്ചിയിലെ പെരുമ്പടപ്പ് സ്വരൂപം, ത്രിവേണിക്ക് വേണത്രേ, ത്രിവേണി എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ തൃപ്പാപ്പൂർ സ്വരൂപം, വേണത്രേ വേണാട് എന്ന് ഓർക്കുക കേട്ടോ. അങ്ങനെ ഷോർട്ട് വെച്ച് നിങ്ങൾ പഠിച്ചാൽ മതി. എക്സാമിന് ചോദിക്കും. ഈ 4 പ്രധാനപ്പെട്ട സ്വരൂപങ്ങൾ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗം കൂടിയാണ്. ഓക്കെ മക്കളെ, കോലോത്ത് നാട് സ്വരൂപം എന്ന് പറയുന്നത് കണ്ണൂർ കേന്ദ്രമാക്കിയായിരുന്നു ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. റൂൾഡ് ഫ്രം ദ കണ്ണൂർ ആസ് ഇറ്റ്സ് സെന്റർ. ഭരണാധികാരി കോലത്തിരി എന്നായിരുന്നു അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, കോലോത്ത് നാട് സ്വരൂപം കണ്ണൂർ കേന്ദ്രമാക്കിയായിരുന്നു ഭരണം ഉണ്ടായിരുന്നത്. അതുപോലെ ഭരണാധികാരി കോലത്തിരി എന്ന് അറിയപ്പെട്ടത്. റൂളർ വാസ് നോൺ ആസ് കോലത്തിരി എന്നായിരുന്നു അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ നെടിയിരിപ്പ് സ്വരൂപം എന്ന് പറയുന്നത് സാമൂതിരി ആട്ടോ. റൂളർ എന്ന് പറയുന്നത് കോഴിക്കോട് കേന്ദ്രമായി ഭരണം സാമൂതിരി ആയിരുന്നു ഇവിടുത്തെ ഭരണാധികാരി എന്ന് പറയുന്നത്. അതുപോലെ മാമാങ്കത്തിന് രക്ഷാപുരുഷ സ്ഥാനം ലഭിച്ചതോടെ സാമൂതിരിയുടെ പ്രശസ്തി വർദ്ധിക്കുകയും ചെയ്തു. ഓക്കെ, റൂൾഡ് ഫ്രം കോഴിക്കോട് ആസ് ഇറ്റ്സ് സെന്റർ. ദ റൂളർ വാസ് നോൺ ആസ് സാമൂതിരി ആയിരുന്നു നമ്മുടെ എന്താണ് നെടിയിരിപ്പ് സ്വരൂപത്തിന്റെ പ്രധാനപ്പെട്ട റൂളർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അടുത്ത് പറയുകയാണെങ്കിൽ പെരുമ്പടപ്പ് സ്വരൂപം എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂർ പ്രദേശമാണ് പെരുമ്പടപ്പ് സ്വരൂപമായി മാറിയത്. അത് കൊടുങ്ങല്ലൂർ റീജിയൻ ബിക്കെയിം പെരുമ്പടപ്പ് സ്വരൂപം. ഓക്കെ, അതായത് കൊടുങ്ങല്ലൂർ റീജിയൻ ആണ് എന്താ പിൽക്കാലത്ത് അല്ലെങ്കിൽ പിന്നീട് എന്താണ് പെരുമ്പടപ്പ് സ്വരൂപം, കൊടുങ്ങല്ലൂർ പ്രദേശമാണ് പെരുമ്പടപ്പ് സ്വരൂപമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. ഇറ്റ് വാസ് ലേറ്റർ നോൺ ആസ് ദ കൊച്ചി റോയൽ ഫാമിലി, കൊച്ചി രാജവംശം എന്നാണെന്ന് പിന്നീട് പെരുമ്പടപ്പ് സ്വരൂപം അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോ കൊച്ചി രാജവംശം, ഓക്കെ, അത് പിന്നീട് അത് മാറിയത് എന്താണ് നമ്മുടെ പെരുമ്പടപ്പ് സ്വരൂപത്തിൽ നിന്നാണ് എന്താ പിന്നീട് കൊച്ചി റോയൽ ഫാമിലി ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റത്താണ് എന്താ നമ്മുടെ തൃപ്പാപ്പൂർ സ്വരൂപം. ഓക്കെ, വേണാടുള്ള തൃപ്പാപ്പൂർ സ്വരൂപം കേരളത്തിന് തെക്കേ അറ്റത്തായിട്ടാണ് എന്താ സ്ഥിതി ചെയ്തിരുന്ന സ്വരൂപമാണിത്. അതായത് താഴെ തെക്കേ അറ്റത്ത്. അതായത് പിന്നീട് എന്താണ് തിരുവിതാംകൂർ പിന്നീട് തിരുവിതാംകൂർ എന്ന പ്രബല നാട്ടുരാജ്യമായി പരിണമിച്ചത് ഏതാണ് നമ്മുടെ തൃപ്പാപ്പൂർ സ്വരൂപമായിരുന്നു. അപ്പൊ ഈ ഒരു ചോദ്യം നിങ്ങൾ എന്തായാലും എക്സ്പെക്ട് ചെയ്തോ? സ്വരൂപങ്ങളെ കുറിച്ചുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് തീർച്ചയായും പറയാൻ പറ്റും നാടുവാഴി സ്വരൂപങ്ങൾ എന്ന് പറയുന്നതിൽ അതിൽ 4 എണ്ണം നമുക്ക് ഈ 4 എണ്ണം ചിലപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഓരോരോ ഫീച്ചേഴ്സ് തന്നിട്ട് ഇത് ഏത് സ്വരൂപത്തിൽ വരുന്നു എന്നുള്ള, ഇപ്പൊ എന്താ പറയാ കോലത്തിരി റൂൾ ചെയ്തു, അത് ഏത് സ്വരൂപമായിരുന്നു? യെസ്, അപ്പൊ നിങ്ങളുടെ മനസ്സിൽ എന്താണ് കോലോത്ത് നാട് വരണം. അതുപോലെ തിരുവിതാംകൂർ എന്ന് പറയുന്ന ആ ഒരു പ്രിൻസ്ലി സ്റ്റേറ്റ് ആയിട്ട് മാറിയത് ഏത് രാജവംശം അല്ലെങ്കിൽ ഏത് സ്വരൂപമായിരുന്നു എന്നുള്ള ചോദ്യം വരികയാണെങ്കിൽ എന്താ തൃപ്പാപ്പൂർ സ്വരൂപം. അങ്ങനെ ഓരോ ഫീച്ചർ തന്നിട്ട് ഓരോ പ്രത്യേകത തന്നിട്ട് നിങ്ങളോട് എന്താണ് അതിന്റെ സ്വരൂപങ്ങൾ എഴുതാൻ പറയും, അല്ലെങ്കിൽ സ്വരൂപങ്ങൾ തന്നിട്ട് അതിന്റെ പ്രത്യേകത നിങ്ങളോട് എഴുതാൻ പറയും. അങ്ങനെയൊക്കെ ഹിസ്റ്ററിയിൽ നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ്. ഓക്കെ.